ജീവനോളം സ്നേഹിച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരാൾ ഉപേക്ഷിച്ച് പോയെങ്കിൽ, അവൻ്റെ കയ്യിൽ പണമില്ല, ജോലിയില്ല, കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു പോയെങ്കിൽ, മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും മനസ്സിലാക്കിയിട്ടില്ലല്ലോ, വിട്ട് കളഞ്ഞേക്ക്. പുറകെ പട്ടിയെ പോലെ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ചെറിയൊരു കാര്യങ്ങൾ പോലും നമ്മൾ ഫീലാവും. പക്ഷേ ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ആരെയും സങ്കടപ്പെടുത്തിയിട്ടൊന്നും നേടിയിട്ടുമില്ല. പക്ഷെ അതേ അവസ്ഥ അവർക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എവിടെ ഇരുന്നാണ് കാണുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, പണം, പ്രസിദ്ധി, കാര്യങ്ങൾ, ഫാൻസ് തേടിയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സന്തോഷം അതാണ് ഹൈലൈറ്റ് ബ്രോ. നമ്മുടെ സന്തോഷം എൻ്റെ വെച്ചാല് ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ട്. അത് ആരാ എന്താന്ന് പോലും എനിക്കറിയില്ല. പരിചയമില്ലാത്ത ഒരാളെ ഇപ്പോൾ എങ്ങനെയാണോ പരിചയപ്പെടുന്നത്? എന്നെ തേടി എത്താത്ത ഒരാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനത്? എന്താണ് ചില മനുഷ്യർ ചോദിക്കുന്നുണ്ട്, എന്തിനാണോ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നതെന്ന്. അത് വേറൊന്നുമില്ല കേട്ടോ, നമുക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ ചിരിക്കുക, ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുക. ആരെയും സങ്കടം കൊണ്ട് നിറയ്ക്കരുത് കേട്ടോ. ജീവിതത്തിലൊരു പ്രണയം കിട്ടിയപ്പോൾ സന്തോഷമായിരിക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, റിലേഷൻഷിപ്പിൽ എല്ലാം പൊട്ടി പാളീസായെങ്കിലും ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി പല അമ്പലങ്ങൾ, പള്ളികൾ അങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കുന്നു. സമാധാനമില്ലടോ, ഹാപ്പി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലടോ. പക്ഷെ അവര് സന്തോഷമായിരിക്കുന്നു കേട്ടോ, ഒന്നും ഓർക്കുന്നു പോലുമില്ല. എന്ത് മനുഷ്യരാണല്ലേ, എന്ത് പറയാനാണോ? അവര് കാരണമാണോ, ഒരു പ്രണയം കാരണമാണോ എല്ലാം നശിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരെയും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. എടാളിയാ, സ്നേഹിക്കുന്നത് ഈ ജാതി മതങ്ങളൊന്നുമില്ല, മനസ്സിന്റെ പൊരുത്തമാണ് വേണ്ടത്. അല്ലാതെ ജാതി മതം പ്രസിദ്ധി എന്നൊക്കെ ഓടിക്കൊണ്ടിരുന്ന ജീവിക്കാൻ മറന്നുപോകും. സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടി പലതും ഉപേക്ഷിച്ചെങ്കിലും അവര് പോലും ഇന്ന് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പലതും ഉപേക്ഷിച്ചെങ്കിലും അവർ പോലും നിങ്ങളെ കൂടെ ഇല്ല. നിങ്ങൾ പ്രിയപ്പെട്ടവരെ എല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് എന്തായി? അതാണ് പറയുന്നത്, ആരെയും അധികം സ്നേഹിക്കരുത്, അകലം വിട്ടിരിക്കുക, ഡയറക്റ്റായി കാര്യം പറയുക. ആ ഒരു ധൈര്യവും വിശ്വാസം എപ്പോഴും വേണം.